Hi everyone. So today we are going to discuss about issue of shares, journal entries with regard to issue of shares and issue of shares at par value. Let's move on to the video. ഓർഗനൈസേഷൻസ് പലരും അവരുടെ ഫണ്ട് റേസിങ്ങിൻ്റെ ഭാഗമായിട്ടോ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടോ ആണ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് വരുന്നതിനനുസരിച്ച് പല തവണകളായിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പല തവണകളായിട്ട് അടച്ചു തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് യൂഷ്വലി ഷെയർസ് ഇഷ്യൂ ചെയ്യാറുള്ളത്. So if the issue is in different installments, it may be paid on say application, allotment and on one or more calls. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ സമയത്ത് അതായത് ഒരു ഷെയർ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, നമുക്കൊരു ഷെയർ ഹോൾഡർ എന്ന് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി, അദ്ദേഹം ആ ഒരു ഓർഗനൈസേഷൻ്റെ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അതിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന എമൗണ്ടാണ് ആപ്ലിക്കേഷൻ മണി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതോടൊപ്പം തന്നെ ഓരോ പ്രാവശ്യവും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്സ് വരുന്നതിനനുസരിച്ച് നമുക്ക് എമൗണ്ട് അടച്ചുകൊണ്ടിരിക്കേണ്ടി വരും. സോ ഏറ്റവും ആദ്യത്തെ ഡിമാൻഡ് വരുന്നത് അലോട്ട്മെൻറ്റ് മണിയുടെ രൂപത്തിലായിരിക്കും. ആൻഡ് റെസ്റ്റ് ഓഫ് ദ എമൗണ്ട് പല കോൾ എമൗണ്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടോ ഇല്ലെങ്കിൽ ഒരു സിംഗിൾ കോൾ അനൗൺസ്മെൻറ്റിലോ അവർ ചോദിക്കുന്നതായിരിക്കും, ഓർഗനൈസേഷൻസ് ഡിമാൻഡ് ചെയ്യുന്നതായിരിക്കും. അതിനനുസരിച്ച് കോൾ മണി രൂപത്തിലും നമുക്ക് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഓർഗനൈസേഷനിലേക്ക് എമൗണ്ട് അടച്ചു തീർക്കാവുന്നതാണ്. So main item നമുക്ക് 3 kinds of money is involved with regard to the issue of share capital. One is application money, the next one is allotment money and the last one is call money. Shares 3 രീതിയിലാണ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുക. It can be issued either at par or at premium or at discount. ഒരു ഷെയറിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ് അത് തന്നെയായിട്ടാണ് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ then that position is known as issue at par. That is, if the shares are said to be issued at par when a shareholder is required to pay the face value of the shares to the company. പ്രീമിയത്തിനാണ് ഷെയർ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഫേസ് വാല്യൂവിനേക്കാൾ വിട്ട് കുറച്ച് കൂടുതൽ എമൗണ്ട് ചാർജ് ചെയ്യുന്ന രീതിയിലായിരിക്കും ആ ഓർഗനൈസേഷൻ അവരുടെ ഷെയറിന് പ്രൈസ് ഫിക്സ് ചെയ്യുന്നുണ്ടായിരിക്കാം. ദാറ്റ് ഈസ്, if the shares are said to be issued at premium when a shareholder is required to pay more than the face value to the company. And നേരെ റിവേഴ്സ് ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് ഫേസ് വാല്യൂവിനേക്കാളും താഴ്ന്ന വിലയിലാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇഷ്യൂവിനെയാണ് ഡിസ്കൗണ്ട് ഇഷ്യൂ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ്, if the shares are issued at discount, it happens when the shareholders is required to pay less amount than the face value to the company. Say for example, 10 രൂപ ഫേസ് വാല്യൂ ഉള്ളൊരു ഷെയർ നമ്മൾ 10 രൂപയ്ക്ക് തന്നെയാണ് ഷെയർ ഹോൾഡേഴ്സിന് ഓഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ then that is known as an issue at par value. ഈ 10 രൂപയുടെ ഫേസ് വാല്യൂ ഉള്ള ഷെയർ നമ്മൾ 12 രൂപയ്ക്കാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ 10 രൂപ പ്ലസ് അധികമായി വരുന്ന ആ 2 രൂപ എന്ന് പറയുന്നത് പ്രീമിയം പ്രൈസ് ആണ്. അത്തരത്തിൽ നടക്കുന്ന ഒരു ഇഷ്യൂവിനെ ഇഷ്യൂ അറ്റ് പ്രീമിയം എന്നാണ് പറയുക. ആൻഡ് 10 രൂപ വിലയുള്ളൊരു ഷെയറിനെ നമ്മൾ 8 രൂപയ്ക്കാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ 2 രൂപ ഡിസ്കൗണ്ടിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനെ നമ്മൾ ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട് എന്ന് പറയും. സോ ബേസിക്കലി 3 രീതിയിലാണ് ഷെയർസിൻ്റെ ഇഷ്യൂ നടക്കുന്നത്. ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് പാർ, പ്രീമിയം ഓർ അറ്റ് ഡിസ്കൗണ്ട്. As we discussed, the first monetary involvement of share comes in the form of application money. An application for share is an offer by the prospective shareholders to take the shares of the company. Such offers are made on application forms supplied by the company. ഷെയർ ആപ്ലിക്കേഷൻസ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കാനായിട്ടുള്ള ഫൈനൽ ഡിസ്ക്രിഷണറി പവർ റെസ്റ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ. And allotment of shares means the acceptance of offer of the applicant for the purchase of shares.
പക്ഷേ ഒരു പബ്ലിക് കമ്പനി ആണെന്നുണ്ടെങ്കിൽ മിനിമം സബ്സ്ക്രിപ്ഷൻ മീറ്റ് ചെയ്യാതെ ഒരു കാരണവശാലും അവർക്ക് അലോട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കില്ല. മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മൊത്തം ഓഫർ ചെയ്തിട്ടുള്ള ഷെയർസിൻ്റെ ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ എങ്കിലും നടന്നിട്ടുണ്ടായിരിക്കണം. മിനിമം ആൾക്കാരെങ്കിലും അല്ലെങ്കിൽ മിനിമം ഷെയർസ് എങ്കിലും ആപ്ലിക്കൻസ് ചോദിച്ച് വന്നിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മാത്രമായിരിക്കും പബ്ലിക് കമ്പനിക്ക് അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിലേക്കും ബാക്കിയുള്ള ഫർദർ പ്രൊസീഡിങ്സിലേക്കും ഒക്കെ കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് ആഫ്റ്റർ ദ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ടു ദ ആപ്ലിക്കൻസ് then they will become the shareholders of the company. The next one is calls on shares. A call may be defined as a demand made by the company on its shareholders to pay whole or part of the balance remaining unpaid on each share at any time during the lifetime of a company. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഓർഗനൈസേഷന് എപ്പോഴൊക്കെയാണോ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് വരുന്നത് അതിനനുസരിച്ച് ഇനി ആ ഒരു ഷെയർ പ്രൈസിൽ ബാക്കി നിൽക്കുന്ന തുക എപ്പോഴൊക്കെയാണോ അവർക്ക് ആവശ്യം വരുന്നത് അതിനനുസരിച്ച് അവർക്ക് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഡിമാൻഡ് ചെയ്യാവുന്നതാണ്. ആ ഒരു പ്രൊസീജിയറാണ് കോൾ ഓൺ ഷെയർ കാറ്റഗറിയിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ അത് പല രീതിയിൽ ചെയ്യാം. ചില ഓർഗനൈസേഷൻ ആ കോൾസിനെ തന്നെ സ്പ്ലിറ്റപ്പ് ചെയ്യുന്നതായിരിക്കും. ലൈക്ക് ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, തേർഡ് കോൾ ഓർ ഫൈനൽ കോൾ ലൈക്ക് വൈസ്. ബട്ട് സർട്ടൻ ഓർഗനൈസേഷൻസ് അവർ ചിലപ്പം സിംഗിൾ കോളിൽ തന്നെ അവസാനിപ്പിക്കും, ജസ്റ്റ് ലൈക്ക് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. സോ ഇതുപോലെ ഷെയർസിൻ്റെ ബാക്കിയുള്ള റിമൈനിങ് പ്രൈസസ് കോൾ ഫോർ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടിനെയാണ് നമ്മൾ കോൾ മണി എന്നുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത്. മോണിറ്ററി ട്രാൻസാക്ഷൻ്റെ ബേസിസിൽ 3 മണി ഇൻവോൾവ്മെൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. The first one is application money, the second one is allotment money, and the final one is call money. So let's see how we can journalize the transactions with relation to issue of shares. So നമ്മളെ കാത്തിരിക്കുന്ന ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ മണിയുടെ കേസിലാണ്. സോ ആപ്ലിക്കൻസ് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് ഷെയർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവരടയ്ക്കുന്ന എമൗണ്ടിനെയാണ് ആപ്ലിക്കേഷൻ മണി എന്ന് പറയുക. വൺസ് ദ ഓർഗനൈസേഷൻ റിസീവ്സ് ദ ആപ്ലിക്കേഷൻ മണി എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. 2 ജേണൽ എൻട്രീസ് ആണ് ആപ്ലിക്കേഷൻ മണിയുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഇസ് ഓർഗനൈസേഷനിലേക്ക് ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്നതിൻ്റെ ജേണൽ എൻട്രിയാണ്. രണ്ടാമത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് നമുക്ക് ഈ റിസീവ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ മണിയെ നമ്മൾ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നമ്മുടെ ക്യാപിറ്റൽ ബേസ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ മണി ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ 2 ജേണൽ എൻട്രീസ് ആണ് ആപ്ലിക്കേഷൻ മണിയുമായി റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനായിട്ടുള്ളത്. സോ ദ ഫസ്റ്റ് ജേണൽ എൻട്രി ഈസ് ഓൺ റെസീറ്റ് ഓഫ് ആപ്ലിക്കേഷൻ മണി, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട്. The second journal entry focuses on transferring application money to our share capital account, and the journal entry is share application account debtor to share capital account. The next set of journal entries comes in connection with allotment money. Allotment money എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടും നമുക്ക് 2 ജേണൽ എൻട്രീസ് ആണ് റെക്കോർഡ് ചെയ്യാനായിട്ടുള്ളത്. ദ വെരി ഫസ്റ്റ് വൺ ഇസ് ഓർഗനൈസേഷൻ ഷെയർ ഹോൾഡേഴ്സിനെ ഇൻഫോം ചെയ്യണം ഇന്ന ഡ്യൂ ഡേറ്റിന് ഉള്ളിൽ, ദ സോ കോൾ ഡ്യൂ ഡേറ്റിന് ഉള്ളിൽ അലോട്ട്മെൻറ്റ് മണി നിങ്ങൾ ഓർഗനൈസേഷനിലേക്ക് അടച്ചു തീർക്കണം എന്നുള്ളത് അവരെ ഇൻറ്റിമേറ്റ് ചെയ്യണം. അത് ഇൻറ്റിമേറ്റ് ചെയ്തതിന് ശേഷമാണ് ആക്ച്വലി ഷെയർ ഹോൾഡേഴ്സ് പേ ഓഫ് ചെയ്യുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് അലോട്ട്മെൻറ്റ് മണി ലഭിക്കുന്നുള്ളൂ, റിസീവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഡ്യൂ ആവുന്ന ജേണൽ എൻട്രിയും അതുപോലെ തന്നെ ആക്ച്വലി അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രിയും, ഈ 2 സൈഡാണ് അലോട്ട്മെൻറ്റ് മണിയുടെ കേസിൽ ജേർണലൈസേഷൻ പെർവ്യൂവിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ വെൻ ദ അലോട്ട്മെൻറ്റ് മണി ബിക്കംസ് ഡ്യൂ, ദ ജേണൽ എൻട്രി ഈസ് ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. And when the organization actually receives allotment money, the journal entry is bank account debtor to share allotment account.
last set of journal entry comes in connection with call money. So as we already discussed, എത്ര കോൾസ് വേണമെന്നുണ്ടെങ്കിലും ഓർഗനൈസേഷന് അവരുടെ സ്ട്രാറ്റജി അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ഡിസിഷൻസ് അനുസരിച്ച് അവർക്ക് ചെയ്യാവുന്നതാണ്. സോ ഇഫ് ഇറ്റ് ഈസ് സിംഗിൾ കോൾ ആ ഒരു ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോളിൽ തന്നെ അവസാനിപ്പിക്കാവുന്നതാണ്. ചില ഓർഗനൈസേഷൻസ് ദേ വിൽ മേക്ക് അപ് ടു 3 or 4 കോൾസ്. സോ ഈ ഒരു ജേർണൽ എൻട്രി നമ്മളിനി പഠിക്കാൻ പോകുന്ന ഈ ഒരു സെറ്റ് ഓഫ് ജേർണൽ എൻട്രി എത്ര കോൾസ് ആണോ ഓർഗനൈസേഷൻ ടേക്കപ്പ് ചെയ്യുന്നത് അത്രയും പ്രാവശ്യം ഈ സെറ്റ് ഓഫ് ജേർണൽ എൻട്രീസ് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. സോ കോൾ മണിയുടെ കേസിൽ ഈ 2 ജേർണൽ എൻട്രീസ് തന്നെ നമുക്ക് ഫോക്കസ് ചെയ്താൽ മതി. അത് ഓർഗനൈസേഷൻ സ്ട്രാറ്റജി അനുസരിച്ച് എത്ര കോൾസ് ആണോ അവർ നടത്തുന്നത് അതിനനുസരിച്ച് ഈ 2 ജേർണൽ എൻട്രീസ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് വരുന്നത് അലോട്ട്മെൻറ്റ് മണിയുടെ കേസിൽ വന്നിട്ടുള്ള അതേപോലത്തെ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് കോൾ മണിയുടെ കേസിലും വരുന്നത്. എപ്പോഴാണോ നമ്മുടെ ഓർഗനൈസേഷനിൽ ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ് വരുന്നത് അതിനനുസരിച്ചാണ് അവർ കോൾ ഫോർ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ ടൈം പീരീഡിൻ്റെ ഉള്ളിൽ പേയ്മെൻറ്റ് നടത്തണമെന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം തന്നെ നോട്ടിഫൈ ചെയ്യുന്നു ഷെയർ ഹോൾഡേഴ്സിനെ. അതിനുശേഷം ആ ഡേറ്റിൻ്റെ ഉള്ളിൽ വെൻ ദ ഷെയർ ഹോൾഡേഴ്സ് ആക്ച്വലി മേക്ക് ദ പേയ്മെൻറ്റ് ദെൻ വി ക്യാൻ റെക്കോർഡ് ദ റിസീറ്റ് ഓഫ് കോൾ മണി ടുവേർഡ്സ് അവർ ഓർഗനൈസേഷൻസ് അക്കൗണ്ട്. Okay, so these two financial transactions are going to be journalized here. The first journal entry is on making the first call due. The entry is share first call account debtor to share capital account. Then the next journal entry എന്ന് പറയുന്നത് ഓർഗനൈസേഷനിലേക്ക് ആക്ച്വലി കോൾ മണി റിസീവ് ചെയ്യുന്ന സമയത്തുള്ള journal entry ആണ് on receipt of first call money. And the journal entry is bank account debtor to share first call account. As I already mentioned, similar entries may be passed for second call, third call, final call, etc. if any. Now we are familiar with the journalization side with regard to the issue of shares. Now let's solve a problem. The question here is, Bharat Trading Company Limited made an issue of 1 lakh equity shares at ₹10 each, payable ₹2.50 on application, ₹3.50 on allotment, and ₹4 on first and final call. Past journal entries, assuming the shares issued were fully subscribed and the money has been received. So what's the meaning of this question? Bharat Trading Company Limited 1 lakh equity shares ആണ് ഇഷ്യൂ ചെയ്യാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നത്. അതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ₹10 ആണ്. ആൻഡ് അവർ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത് ആപ്ലിക്കേഷൻ മണിയായിട്ടും അലോട്ട്മെൻറ്റ് മണിയായിട്ടും ഒരേ ഒരു കോൾ മണി വിച്ച് ഇസ് നെയിംഡ് ആസ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണിയായിട്ടും ഈ 3 രീതിയിലാണ് ₹10 ഫേസ് വാല്യൂ ഉള്ള ഷെയറിൻ്റെ സ്പ്ലിറ്റ് അപ്സ് ഓർഗനൈസേഷൻ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആപ്ലിക്കേഷൻ മണിയായിട്ട് ഒരു ഷെയറിന് മുകളിൽ ₹2.50 വെച്ചിട്ടും അലോട്ട്മെൻറ്റ് മണിയായിട്ട് ₹3.50 വെച്ചിട്ടും ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണിയായിട്ട് ₹4 വെച്ചും ചാർജ് ചെയ്യുന്നു. ഇതാണ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പാർ വാല്യൂവിൽ തന്നെയാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ₹10 കൂടുതലോ കുറവോ ഒന്നും split ups total ചെയ്യുമ്പോൾ കിട്ടുന്നില്ല. You can just total the amounts which were given in the question. 2.50 plus 3.50 plus 4, it comes to ₹10. So the issue has been made at par value. Now let's have a look on how we can solve this question, how the journalization side can be portrayed. Before going directly to the answer portion of this question, I would like to mention one thing. If the question has clearly stated that the organization has issued equity shares, then നമ്മൾ വെക്കുന്ന journal entries-ലും equity share എന്നുള്ളത് കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. If the organization has been stated like it is going to issue preference shares, then നമ്മുടെ ആൻസർ പോർഷനിൽ പ്രിഫറൻസ് ഷെയർ എന്നുള്ളത് തന്നെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ ഫോർ റെക്കഗ്നൈസിങ് വെദർ ദ ഓർഗനൈസേഷൻ issues equity shares or preference shares.
Now that in our question, the organization has been focusing on issuing equity shares, നമ്മൾ നമ്മുടെ ആൻസർ പോർഷനിൽ ഇക്വിറ്റി ഷെയർ റിലേറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. സോ ദ ഫസ്റ്റ് ജേർണൽ എൻട്രി നമ്മൾ പഠിച്ചിട്ടുള്ളത് ഏറ്റവും ആദ്യം ആപ്ലിക്കൻസ് നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഓർഗനൈസേഷനിലേക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻ മണി എങ്ങനെയാണ് നമുക്ക് ജേർണലൈസ് ചെയ്യാന്നുള്ളതാണ്. സോ ഐ ഓൾറെഡി ഗിവ് യു ആൻ ഐഡിയ ലൈക്ക് 2 ജേർണൽ എൻട്രീസ് ആണ് ആപ്ലിക്കേഷൻ മണി റിലേറ്റ് ചെയ്തിട്ട് വരുന്നുണ്ടായിരിക്കുക. The very first one is the organization is receiving application money, and the second journal entry will be focusing on transferring this application money to the organization's capital account. So here we go with the first journal entry, that is on receipt of application money. The journal entry is bank account debtor to equity share application account. 1,00,000 ഇക്വിറ്റി ഷെയർസ് ആണ് നമ്മുടെ ഓർഗനൈസേഷൻ ഇഷ്യൂ ചെയ്യാനായിട്ട് ഓഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1,00,000 ഇക്വിറ്റി ഷെയർ 2.5 രൂപ ആപ്ലിക്കേഷൻ മണി ആയിട്ടാണ് ചാർജ് ചെയ്തിട്ടുള്ളത്. സോ വി ആർ ഹാവിങ് എൻ എമൗണ്ട് ലൈക്ക് 2,50,000 rupees. So the journal entry, I am repeating, bank account debtor 2,50,000 to equity share application account 2,50,000. Narration is must. സോ ഇവിടെ എന്താണ് നമുക്ക് നറേഷൻ വെക്കാനായിട്ട് പറ്റുക? 1,00,000 ഇക്വിറ്റി ഷെയറിൻ്റെ മുകളിൽ 2.5 രൂപ വെച്ചിട്ട് ഓർഗനൈസേഷനിലേക്ക് ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്തു. സോ വി ക്യാൻ ഗിവ് ദ നറേഷൻ ആസ് either for share application money on 1 lakh equity shares at rupees 250 each received, or you can just mention it like being the application money received on 1 lakh equity shares at rupees 250 each. Then the next journal entry is with regard to transferring this amount. The journal entry is equity share application account debtor 2,50,000 to equity share capital account 2,50,000. The narration is being the application money transferred to share capital account. Next set of journal entry comes in connection with allotment money. അപ്പോൾ നമുക്ക് 2 ജേർണൽ എൻട്രീസ് ആണ് അലോട്ട്മെൻറ്റ് മണി ആയിട്ട് റിലേറ്റ് ചെയ്ത് പറയാനായിട്ടുള്ളത്. ഒന്ന് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുന്ന സമയത്തുള്ള ജേർണൽ എൻട്രി, രണ്ടാമത്തെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് മണി ഓർഗനൈസേഷനിലേക്ക് റിസീവ് ചെയ്യുമ്പോഴുള്ള ജേർണൽ എൻട്രി. അപ്പോൾ 1,00,000 ഇക്വിറ്റി ഷെയറിൻ്റെ മുകളിൽ 3.5 രൂപ വെച്ചിട്ടാണ് അലോട്ട്മെൻറ്റ് മണി ഫിക്സ് ചെയ്തിട്ടുള്ളത്. So here we go with the answer of allotment money. Equity share allotment account debtor 3,50,000 to equity share capital account 3,50,000. What is the narration? The narration is being the allotment money due on 1 lakh equity shares at rupees 3.50 each. Now the next journal entry focuses on actual receipt of allotment money, and the journal entry is bank account debtor 3,50,000 rupees to equity share allotment account 3,50,000 rupees. The narration is being allotment money received on 1 lakh equity shares at rupees 3.50. The last set focuses on first and final call money. അലോട്ട്മെൻറ്റ് മണിയുടെ പോലെ തന്നെയാണ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണിയും ട്രീറ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഡ്യൂ ആവുന്ന ജേർണൽ എൻട്രി, അടുത്തതായിട്ട് കോൾ മണി റിസീവ് ചെയ്യുന്ന ജേർണൽ എൻട്രി. ഇവിടെ നമ്മൾ ചാർജ് വെച്ചിട്ടുള്ളത് 1,00,000 ഇക്വിറ്റി ഷെയർസ് 4 രൂപയ്ക്കാണ് ചാർജ് ചെയ്തിട്ടുള്ളത്. സോ ഡ്യൂ ആവുന്ന ജേർണൽ എൻട്രി നോക്കാം. ഇക്വിറ്റി ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ 4 lakh rupees to equity share capital account 4 lakh rupees. The narration is being the first and final call money due on 1 lakh equity shares at rupees 4 each. The last journal entry is done on the basis of actual receipt of call money, and the journal entry is bank account debtor 4 lakh rupees to equity share first and final call account 4 lakh rupees. And the narration is being the first and final call money received on 1 lakh equity shares at rupees 4 each. So this is a question of issue of shares at
പാർ വാല്യൂ 10 രൂപ ഫേസ് വാല്യൂ വരുന്ന ഷെയർ 10 രൂപയുടെ സ്പ്ലിറ്റപ്പ് ആയിട്ട് തന്നെയാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. സോ വിൽ ജസ്റ്റ് ഹാവ് എ ക്വിക്ക് ഓവർവ്യൂ. ഏറ്റവും ആദ്യം ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രി കാണിച്ചു. ദെൻ അത് നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രി കാണിച്ചു. ദെൻ ദ നെക്സ്റ്റ് ജേണൽ എൻട്രി വാസ് ഫോക്കസ്ഡ് ഓൺ അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുന്ന ജേണൽ എൻട്രി, അതിനുശേഷം അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രി. And the next one was first and final call money due ആവുന്ന journal entry, and the last one was first and final call money receive ചെയ്യുന്ന journal entry. Hope it is clear for you. Thank you so much for listening to the video on issue of shares and issue of shares at par value.